കർക്കിടകവാവ് ദിനത്തിൽ പുനലൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ പിതൃക്കൾക്ക് ബലിയിട്ടു. ബലിതർപ്പണത്തിനായി കഴിഞ്ഞ ദിവസം തന്നെ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലെയും ബലിത്തറകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ പുനലൂർ മൂർത്തിക്കാവിന് മുന്നിൽ ബലിതർപ്പണത്തിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ ബ്രോഡ്ഗേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസൗകര്യങ്ങളാൽ ഇത്തവണ സ്നാനഘട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ബലിയർപ്പിക്കാൻ മുൻവർഷത്തേതിനേക്കാൾ തിരക്കായിരുന്നു തൃക്കോതേശ്വരം ശ്രീമഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഇക്കൊല്ലം. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഇല്ലാതിരുന്നതും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. രാവിലെ 4 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ചടങ്ങുകളുടെ ഭാഗമായി കേന്ദ്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും സജ്ജീകരിച്ചിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സ്നാനഘട്ടത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. തൃക്കോതേശ്വരം ശ്രീമഹാദേവ ക്ഷേത്രം, നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും പുനലൂർ ശിവൻകോവിലിൽ ബലിതർപ്പണ ചടങ്ങിനായി എത്തിയവർക്കായി ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷത്തിനായി പുനലൂരിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.